നെഞ്ചത്ത് കൈവച്ച് കർത്താവായ ദൈവമേ, കൃത്യമായ ബോധ്യങ്ങളാൽ ഉടമ്പടി നടപ്പിൽ വരുത്തുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. അപ്പൊ കൃത്യമായ ബോധ്യം എന്ന് പറയണത് ഇപ്പൊ ഷേൽ ടീച്ചറിന്റെ സാക്ഷ്യം തന്നെ എടുക്കാം. ഇപ്പം സാക്ഷ്യങ്ങൾ എടുക്കുമ്പോഴേ അതിൻ്റെ റീസെൻറ്റ് സാക്ഷ്യങ്ങളാണ് നമ്മളെല്ലാം ഇപ്പോൾ എടുക്കുന്നത്. എടുക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്, ഷേൽ ടീച്ചർ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇവർ ഇപ്പോൾ ഈ വർഷം റിട്ടയർഡായെന്ന് തോന്നണവർ, അവർ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം ഒരു ധ്യാനം പോലും കളയാതെ എന്ന് കൂടുക മാത്രമല്ല അവർ ഈ സംഭവം ഷെയർ ചെയ്യുക മാത്രമല്ല ഈ ഷെയർ ചെയ്ത ആൾക്കാർ ആ ഉടമ്പടി ധ്യാനം കൂടിയോ ഇല്ലയെന്ന് അവർ ഉറപ്പ് വരുത്തും. ദാറ്റ് മീൻസ് ഷീസ് ഫോളോയിങ്. അല്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഒരു പച്ചത്തിരിയും മേടിച്ച് നീലത്തിരിയും മേടിച്ച് വീട്ടിൽ പോയി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് ആ ടാപ്പിനെ അടിച്ച് ക്ലോസ് ചെയ്യല്ല, ഇതിനെ ഫോളോ ചെയ്യേ. ഇപ്പം ആ നടുവെല്ല് മുഴുവൻ വെട്ടിപ്പൊളിക്കേണ്ടതാണ്. അവർ കിടന്നു പോകേണ്ട പാർട്ടിയാണ്. ഇവിടെ വന്ന് ഇന്നലെ മണിമണി പോയി സാക്ഷ്യം പറയണത്. കാര്യം എന്താണ്, അവരൊരു ഷാർപ്പ് ഷൂട്ടറാണ്. അവരിവിടെ ഇപ്പം നമ്മളെന്താ പറഞ്ഞിരിക്കുന്നത്, ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്താണ്, യോഹന്നാൻ 2:5 എന്താണ്, അവൻ പറയണത് പോലെ ചെയ്യുക. അതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. അവൻ പറയണ പോലെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്താണ് ചെയ്തത് അതാണ് അവൻ പറയണത്. അവൻ്റെ ഒരു പ്രത്യേകത, ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെയ്യണ പരിപാടിയില്ല. അവിടെയാണ് വിഷയം വന്നത്. അവൻ ഇപ്പോൾ യോഹന്നാൻ 2:5 എന്താ പറയണത്, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. നമ്മൾ അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാമെന്നാണ് ഉടമ്പടി ചെയ്യണത്. അതാണ് സിമ്പിളാണത്. അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാം. അവൻ്റെ പറച്ചിലിൻ്റെ പ്രത്യേകത എന്താ, അവൻ ഒന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് ചെയ്യത്തില്ല. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയണത്, ദൈവം താനായിരിക്കുന്നു, അല്ലേ, അശരീരിയായിരിക്കുന്നു, ആദികാരണനായിരിക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ താനായിരിക്കുന്നു നമ്മൾ എന്താ പഠിപ്പിക്കണത്, വേറെ ആരും ഉണ്ടാക്കി വിട്ടതല്ലെന്ന്. അതാണ് താനായിരിക്കുന്നു, വേറെ ആരും നിർമ്മിച്ചതല്ലെന്ന്. താനായിരിക്കുന്നു. പിന്നെ എന്താണ്, ആദികാരണമായിരിക്കുന്നു എല്ലാത്തിനും. പിന്നെ അശരീരിയായിരിക്കുന്നു. ഇപ്പം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സംഭവം അവസാനം ഒരു വാക്കുണ്ട്, വഞ്ചിക്കാനോ വഞ്ചിക്കപ്പെടാനോ സാധ്യതയില്ലാത്തവനാകുന്നു. ദൈവത്തിൻ്റെ ലക്ഷണം നമ്മൾ പറഞ്ഞില്ലേ, ബേസിക് കാറ്റഗിസത്തിൽ എന്താ പറയണത്, നാലാമത്തെ ദൈവത്തിൻ്റെ ലക്ഷണം എന്താണ്, വഞ്ചിക്കാനോ വഞ്ചിക്കപ്പെടാനോ എന്ന് പറഞ്ഞേ, വഞ്ചിക്കാനോ വഞ്ചിക്കപ്പെടാനോ സാധ്യതയില്ലാത്തവനാകുന്നു. ഈ മനുഷ്യൻ്റെ ഒരു സാധ്യത അതാണ്. വഞ്ചിക്കാനും പറ്റും വഞ്ചിക്കപ്പെടാനും പറ്റും. ഇവിടെ വിഷയം എന്താ കാര്യം, ഒന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് ചെയ്യും. ഇപ്പം നിങ്ങൾ എന്നോട് ഇവിടെ ഉടമ്പടിച്ച് എടുത്തിട്ടാണ് പോണതെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ ഒന്നായിരിക്കും ചെയ്യാൻ പോണത്. അവിടെയാണ് പറയുക വഞ്ചിക്കപ്പെട്ടു. ഉടമ്പടി വഞ്ചിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ഇവിടുന്ന് ഒന്ന് പറയും, ഇപ്പം ഇവിടുന്ന് ലോകം മുഴുവൻ പോയി കർത്താവിൻ്റെ വചനം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി, യേശുവിനെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടി നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണത്. അതിന് ഏറ്റവും ഉടമ്പടി അത്ഭുതങ്ങളുള്ളത് 10, 100, 120 അത്ഭുതങ്ങളുള്ളത് കൃപാസനം പത്രത്തിലാണ്. അത് പ്രൂവണായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ടീച്ചർ തന്നെ പറയണത്, ഞാൻ എല്ലാ ദിവസവും കൃപാസനം പത്രം വാങ്ങി വിതരണം ചെയ്ത്, ചുമ്മയല്ല ഈ വെട്ടിപ്പൊളിച്ച് നടുവ് കിടക്കേണ്ട ആളാണ് എഴുന്നേറ്റ് നടക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തോട് കൃത്യമാണ് ആ കാര്യത്തിലെ, പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ. നിങ്ങളെ ചിലർ വിചാരിക്കുവേ എന്നാൽ പിന്നെ ആരെങ്കിലും കൊണ്ട് കൊടുപ്പിക്കാം. ചില ആൾക്കാർ പത്രം വേറെ ആൾക്കാർക്കോട് കൊടുപ്പിക്കത്തില്ലേ, അവർക്ക് പോകാനുള്ള സമയമില്ലെന്നാണ് പറയണത്. പക്ഷേ അതല്ല വിഷയം, അവർക്ക് ഒരു ആക്ഷേപമാണ് പത്രം കൊടുക്കുക. പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് അവർക്ക് ചിലപ്പോൾ ആക്ഷേപം വരും. അപ്പോൾ ആക്ഷേപം വരുന്നത് കൊണ്ടാണ് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ഹാഫ് മൈൻഡ്, അവിടെ പൂർണ്ണ ഹൃദയം വരത്തില്ല.
നിങ്ങൾ തന്നെയല്ല സന്തോഷത്തോടെ ഇത് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പൂർണ്ണ ഹൃദയം ഉണ്ടാകത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ വേല ചെയ്യാൻ എനിക്ക് അഭിഷേകം നൽകണമേ, എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ, ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവേ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണമേ കർത്താവേ. അമ്മ സാന്നിധ്യത്തിൽ നിറയ്ക്കണമേ കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ഉടമ്പടി എടുക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്, അല്ലേ? അതായത് അച്ഛൻ ആദ്യം പറഞ്ഞ് ചില ചെടികൾ ചില മണ്ണിൽ നട്ട് കഴിയുമ്പോൾ അതിങ്ങനെ മഞ്ഞ നിറത്തിൽ കോലച്ചിങ്ങനെ വരുമെന്ന് പറയും. വിത്ത് അതിൻ്റെ അകത്ത് ഫലങ്ങളൊന്നും കിട്ടത്തുമില്ല. ചില മണ്ണിൽ നല്ല കരിമ്പച്ചയായിട്ട് ഷൂട്ട് ചെയ്ത് വന്നിട്ട് നിറച്ച് ഫലങ്ങളുണ്ടാകും. ഉടമ്പടി സ്പ്രൗട്ട് ചെയ്യേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. ആ ഹൃദയത്തിൻ്റെ കൾച്ചറിങ് എങ്ങനെയാണെന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സുഭാഷിതം 3:5 വചനമുണ്ട്. സുഭാഷിതം 3:5 കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. അവിടെയാണ് വിഷയം എന്നത്. ഇറ്റ്സ് വെരി ഗ്രേറ്റ്. സുഭാഷിതം 3:5 ഏറ്റു പറഞ്ഞ് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. അപ്പോൾ നേഴ്സിംഗ് പ്രൊഫസറിൻ്റെ വിഷയം അതാണ്. അവരെന്നാ പറയണത്? ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല. നമ്മൾ എണ്ണ തേച്ചാൽ എങ്ങനെയാണ് കുട്ടിയുടെ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസ് സുഖപ്പെടുന്നത്? അതിൻ്റെ ലോജിക്ക് എന്താണ്? അതാണ് സംഭവം. അവരെന്താ ഉപയോഗിച്ചത്? അവരുടെ ബുദ്ധിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? അവരുടെ ബുദ്ധിയാണ്, അവർ പഠിച്ച ശാസ്ത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ച ശാസ്ത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് ഹൃദയമാണ്. എങ്ങനെയുള്ള ഹൃദയമാണ്? റോമ 9:10 ഹൃദയമാണ്. റോമ 9:10 എന്താ അത്? യേശു കർത്താവാണെന്ന് റോമ 10:9 ഹൃദയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ്? സ്വന്തം ബുദ്ധിയല്ല. സുഭാഷിതം 3:5 പറഞ്ഞത് എന്താണ്? സ്വന്തം ബുദ്ധിയല്ല നമ്മൾ ആശ്രയിക്കണത്. പിന്നെ ഇവിടെയാണ് എന്താണ് ആശ്രയിക്കണത്? പൂർണ്ണ ഹൃദയം എന്ന് പറയുമ്പോൾ റോമ 10:9 ഹൃദയമാണ്. എന്താണത്? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. രണ്ടാമത് എന്താണ്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ഇതാണ് ഇതിൻ്റെ ലോജിക്ക്. അല്ലാതെ ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് അല്ല ഇതിൻ്റെ ലോജിക്ക്. ഉടമ്പടി തൈലം തേച്ച ഉടനെ ആ കുട്ടി സുഖപ്പെട്ടെന്ന് നേഴ്സിംഗ് പ്രൊഫസർ പറയണത്, ഞാൻ സൈത്ത് കൊടുത്തപ്പോൾ ബാത്റൂമിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നടുവലിൽ പുരട്ടിട്ട് വരാൻ തിരിച്ചു വരുമ്പോൾ ആ സ്കാൻ ചെയ്യുമ്പോൾ അത് എല്ല് ഉന്തിയ ഭാഗം കാണാനില്ലാതിരിക്കുന്നതെല്ലാം അതിൻ്റെ ലോജിക്ക് എന്താണ്? അതിൻ്റെ ലോജിക്ക്, അതിനൊരു സ്പിരിച്വൽ ലോജിക്കുണ്ട്. അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റോമ 10:9 എന്താണ്? യേശുവാണ് കർത്താവ്. ഒന്ന് പറഞ്ഞേ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളത് അധരം കൊണ്ട് ഏറ്റുപറയും. ഈ പ്രാർത്ഥനകളെല്ലാം ലോഞ്ച് ചെയ്യിക്കുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള ഏറ്റുപറച്ചിൻ്റെ കൂടിയാണ് ഈ പ്രാർത്ഥന നമ്മൾ ദൈവത്തിലേക്ക് ഉയർത്തുന്നത്. എല്ലാ പ്രാർത്ഥനയും അതായത് നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ജീവൻ നൽകുന്നത് യേശുവിൻ്റെ ഉയർപ്പാണ്. നിങ്ങളത് ചിന്തിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കാൻ കാരണം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണെന്ന്. മനസ്സിലായില്ലേ? അതിൻ്റെ ടെക്നിക്കാലിറ്റി അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 10:9. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ അധരം കൊണ്ട് ഏറ്റു പറയുകയല്ലേ? ഞാൻ അധരം കൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അധരം കൊണ്ട് ഏറ്റു പറയുകയാണ്. അധരം കൊണ്ട് എന്താണ് ഏറ്റു പറയണത്?
ദൈവം 10:9 അനുസരിച്ചുകൊണ്ട്, റോമ 10:9 അനുസരിച്ചുകൊണ്ട് അധരം കൊണ്ട് നീ ഏറ്റു പറയുമ്പോൾ രക്ഷ പ്രാപിക്കണത്, ക്രിസ്തുവിനെ പ്രാപിക്കണത് എന്തുകൊണ്ടാണ്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നാണ്. ഇത് ആണ് പ്രാർത്ഥനയുടെ ജീവൻ എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തുമായിട്ടാണ് കണക്റ്റഡാണ്. വേറെ ഒന്നുമായിട്ട് കണക്റ്റഡ് കാര്യമില്ല. കാര്യം ഇത് നിത്യത വരെ അത് പോയിക്കൊള്ളൂ, നിത്യത വരെ അത് പോയിക്കൊള്ളും. ഇപ്പം നമുക്ക് നെപ്റ്റ്യൂണിൽ പോകണം, അല്ലെങ്കിൽ നമ്മുടെ ഈ മിൽക്കി വേ എന്ന് പറയുന്ന ക്ഷീരപഥത്തിൻ്റെ അപ്പുറത്തും ക്ഷീരപഥങ്ങളുണ്ടെന്ന് പറയാം. പക്ഷെ നമുക്ക് പോകാൻ സംവിധാനങ്ങളില്ല, അല്ലേ? ഗ്രഹങ്ങളിപ്പോൾ ചൊവ്വയിൽ വരെ നമ്മൾ പോയിട്ടുണ്ട്. 12 വർഷം വേണം വേഴത്തിലെത്താൻ. നമുക്ക് വേഴത്തിലെത്താൻ പറ്റത്തില്ല. എന്ത് ഇന്ധനം ഉപയോഗിക്കും? സൂര്യനെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴത്തിലേക്ക് പോകുന്ന വഴിക്ക് ഭയങ്കരമായ ഈ ഇരുട്ടും തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്, സൂര്യൻ്റെ പ്രകാശം എക്കാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ വരുമ്പോൾ സോളാർ വർക്ക് ചെയ്യത്തില്ല. ഇവർ സോളാർ വെച്ചാണല്ലോ സൂര്യൻ്റെ പ്രകാശത്തെ ഇന്ധനമാക്കിയാണ് എല്ലാ ചൊവ്വയിലൊക്കെ പോണത്, ചൊവ്വയിലൊക്കെ യന്ത്രം കൊണ്ട് പോണത്. ആ പാനലെല്ലാം സോളാർ പാനലാണ് ഇരിക്കുന്നത്, ഹൈ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള. പക്ഷേ ഈ മഞ്ഞ് ഗഹ്വരങ്ങളിലേക്ക്, ഇരുട്ട് ഗഹ്വരങ്ങളിലേക്ക് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് സോളാർ പാനൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകണത് ഇപ്പം നടക്കത്തില്ല, പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും എന്ന് പറഞ്ഞു പോയാൽ. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ പ്രെയറിൻ്റെ പ്രശ്നം. പ്രെയർ ഒരു ടൈം കഴിഞ്ഞാൽ അവൻ തളർന്ന് വളഞ്ഞ് കുത്താൻ കാര്യം എന്താ? ഇപ്പം നമ്മളൊരു സംഭവം, ഒരു റോക്കറ്റ്, എന്തെങ്കിലും സാധനങ്ങൾ, ബാണമോ എന്തെങ്കിലും വിട്ട് കഴിഞ്ഞാൽ അതൊരു, അല്ലെങ്കിൽ ഒരു കല്ല് തന്നെ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ആ ഭൂമിയുടെ പിടുത്തം കഴിയുമ്പോൾ ഇവൻ്റെ നമ്മൾ എറിയുന്ന ആ ശക്തി കഴിഞ്ഞാൽ പിന്നെ ഇവൻ വളഞ്ഞ് താഴേക്ക് തന്നെ കാണാം. ചില പ്രാർത്ഥനകൾ വളഞ്ഞ് താഴേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അവിടെ പ്രഘോഷിക്കപ്പെടാത്തത് കൊണ്ടാണ്. നമ്മൾ ഉയർപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണല്ലേ. ഉയർപ്പൊക്കെ കഴിഞ്ഞ് വെടിയും വാണൊക്കെ പൊട്ടിച്ച് കർത്തായം പൊക്കിക്കൊണ്ടൊക്കെ വന്ന് എന്തൊക്കെയാണ് പുത്തുക്കുടയൊക്കെ കറക്കിക്കൊണ്ടെന്നൊക്കെ വെച്ച് നമ്മൾ തൊട്ടുമുത്തി നേർച്ചൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഇത് അതിന് അനുഷ്ഠാന രൂപങ്ങളാണ്. ഈ അനുഷ്ഠാന രൂപത്തെ അർത്ഥവത്താക്കുന്നത് ഇതിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഈ വിഷയത്തിൻ്റെ ഹൃദയത്തിൻ്റെ അംഗീകാരമാണ്. എന്താണ്? ഓരോ പ്രാർത്ഥനയും ലോഞ്ച് ചെയ്യിക്കേണ്ടത് 10:9 അനുസരിച്ചുകൊണ്ടാണ്. എന്താണ് 10:9? എന്താ പറയണത്? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. യേശു കർത്താവാണ്. യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്ന എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഷെൽ ടീച്ചറിൻ്റെ നടുവിൽ അസ്ഥി വളർന്നു വരുന്നു, അതുകൊണ്ട് അവർക്ക് അനങ്ങാൻ പാടില്ല. അവരുടെ ബോഡി വെയ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത് രക്ഷപ്പെടുമെന്ന് ഇവിടുന്ന് രക്ഷപ്പെടത്തില്ല. ഇത് വെട്ടിപ്പൊളന്നേ അവസാനിക്കത്തുള്ളൂ. പൊളന്നാൽ തന്നെ രക്ഷപ്പെടുമെന്ന് നമുക്ക് ഉറപ്പില്ലാത്തൊരു കേസാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ മുട്ടയിൽ നിന്ന് വന്ന് മാതാവിൻ്റെ അടുത്ത്, മാതാവ് ടീച്ചറിനെ രക്ഷപ്പെടുത്തണം. ടീച്ചറെ രക്ഷപ്പെടുത്താൻ വേണ്ടി എനിക്ക് മാതാവിനോട് പറയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. ടീച്ചർ നല്ലൊരു പ്രേക്ഷിതയാണ്, അതാണ് വിഷയം. ഇവർ രക്ഷപ്പെട്ടാൽ മാതാവിന് വല്ല ഗുണമുണ്ടാകണ്ടേ ദൈവത്തിന്? പല ആൾക്കാരും രക്ഷപ്പെടുത്തിയാൽ ദൈവത്തിന് ദോഷമേ ഉണ്ടാകത്തുള്ളൂ. അവിടെയാണ് ഒരു അത് പ്രശ്നമാണ്. അത് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. നിങ്ങൾ രക്ഷപ്പെട്ടാൽ ദൈവത്തിന് വല്ല ഗുണവും ഉണ്ടാകുമോ? വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം നിങ്ങൾ പകർന്നു കൊടുക്കുമോ? അതൊരു ചോദ്യമാണ്. ഞാൻ ടീച്ചറിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറിനെ രക്ഷപ്പെടുത്തണം. എന്താ കാര്യം? ഇവർ നല്ല പ്രേക്ഷിതയാണ്. കർത്താവിനോട് ഇങ്ങനെ അവരുടെ ഗ്രൗണ്ട് വെച്ച് സംസാരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അവരുടെ ഗ്രൗണ്ട് നിങ്ങളുടെ കലിബർ എന്ന് പറയണത് നിങ്ങളുടെ പ്രാർത്ഥന ലോഞ്ച് ചെയ്യണതിൻ്റെ അത് രണ്ടാമത്തെ ഘടകം നിങ്ങളുടെ വിശ്വാസ ജീവിതമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഷൂട്ടപ്പ് ചെയ്ത് പോകണമെങ്കിൽ രണ്ടാമത്തെ ഘടകം, ഞാൻ ടീച്ചറിനോട് ഈശോയോട് പറഞ്ഞത് അവർ നല്ല പ്രേക്ഷിതയാണെന്നാണ് പറഞ്ഞത്. കാര്യം ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകും. ഇപ്പം ശിഷ്യന്മാർ വന്ന് ഈ ശതാധിപനെക്കുറിച്ച് എന്താ പറയണത്? ഇവനൊരു നല്ല മനുഷ്യനാണ്. നിങ്ങളുടെ ഫയല് ദൈവദർശനെ വെക്കുമ്പോഴേ അതിന് എന്തെങ്കിലും കൂടി നിങ്ങളെ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും സ്വീകാര്യത ഉണ്ടാവണം. ഞാൻ ടീച്ചറിനെക്കുറിച്ച് അതാ പറഞ്ഞത്. അവരന്നും നല്ല പ്രേക്ഷിതയായിരുന്നു. എല്ലാ ആൾക്കാരോടും കർത്താവിനെക്കുറിച്ചും എല്ലാ ടീച്ചർമാരോടും അവർ പറയുമായിരുന്നു. പത്രം എല്ലാവർക്കും പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർ നിലനിൽക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അവർക്ക് എന്ത് അസുഖം ഉണ്ടായാലും അവർ നിലനിൽക്കണം. അതുകൊണ്ടാണ് സെക്കൻഡുകൾക്കുള്ളിൽ ആ അത്ഭുതം പെട്ടെന്ന് നടക്കാനും
ബയോപ്സി പോലും ചെയ്യാത്ത ഇടങ്ങളിൽ വന്നിരിക്കുന്നതിൽ അത് ദൈവമഹത്വത്തിൽ ഉണ്ടാകാൻ കാരണം ഈ ഞാനിത് പ്രയർ ദൈവദർശനെ പ്ലേസ് ചെയ്ത രീതിയാണ്. അവർ രക്ഷപ്പെടണം, അവർ നിലനിൽക്കണം, അവർ നല്ല പ്രേക്ഷിതയാണ്. എനിക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? എനിക്കത് ഇങ്ങനെ ഇപ്പം എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ കലിബർ, നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് ഗുണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവജനത്തിന് ഗുണമുണ്ടെങ്കിൽ, മറ്റു മനുഷ്യർക്ക് വിശ്വാസം വർദ്ധിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റും എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ നിങ്ങളുടെ പ്രെയർ ലോഞ്ച് ചെയ്യും പെട്ടെന്ന്. അതറിയണമെങ്കിൽ ലൂക്ക 7:5 3 തൊട്ടുണ്ട്. ശതാധിപൻ 7:3 തൊട്ടുണ്ട്. ലൂക്കാസ് വിശേഷം 7:3. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്യന്മാരെ ഭൃത്യനെ സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുവാൻ ചില യഹൂദ പ്രമാണിമാരെ അവൻ്റെ അടുക്കലേക്ക് അയച്ചു. യഹൂദ പ്രമാണിമാരെ അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു. എന്താ പറഞ്ഞത്? നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. അതാണ് സംഭവം. റെക്കമെൻഡ് ചെയ്യുമ്പോൾ എന്ത് ബേസ്, അതിൻ്റെ ഗ്രൗണ്ട് എന്താണെന്ന് അറിയണം. നിങ്ങൾക്കെല്ലാം ഒരു നല്ല ഒരു പ്രേക്ഷിത ഗ്രൗണ്ട് ഉണ്ടാകണം. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഇപ്പോൾ ഉടമ്പടിയിലാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യത്തില്ലേ? ഞങ്ങൾ 5 പൈസ അതുകൊണ്ട് ഉണ്ടാക്കണില്ല. കമ്പനിയോട് യൂട്യൂബ് കമ്പനിയോട് 5 പൈസ വാങ്ങിക്കണില്ല. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയാത്ത അറിയിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ പറയുമ്പോൾ ഗ്രൗണ്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ 1.5 ലക്ഷം രൂപയൊക്കെ വേണമെങ്കിൽ മേടിക്കാം. 5 ലക്ഷത്തോളം ആൾക്കാരില്ലേ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അത് പണപരമായ കാര്യത്തിന് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാം. ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പ് വന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാം, പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈശോയെ. ഈശോയ്ക്ക് നന്നായി സത്യം അറിയാമല്ലോ. നിന്നെ അവരറിയണം. അവർ സുഖപ്പെട്ടിട്ട് 10 മനുഷ്യരോട് നിന്നെക്കുറിച്ച് അവർ പറയുമ്പോൾ ലോകം ഇനിയും അറിയാത്ത ആൾക്കാർ നിന്നെ അറിയും, നിന്നെ ദൈവമായിട്ട് അംഗീകരിക്കുകയും അവരുടെ ജീവിതത്തിലെ നിത്യത രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രേക്ഷിതപരമായ ഐഡിയ ഉടമ്പടി എടുക്കുന്നവർക്ക് ഉണ്ടാകണം. കാരണം ഈശോയുടെ രീതി അനുസരിച്ച് എന്തെങ്കിലും ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ പെട്ടെന്നാണ് ആക്ഷൻ. അതുകൊണ്ട് നിങ്ങളുടെ പത്രം വാങ്ങിക്കുക, പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുക. പലപാടും ആർക്കെങ്കിലും കൊടുത്തിങ്ങനെ ഒപ്പിച്ചുണ്ടാക്കരുത്. മറിച്ച് ഒരു പത്രം എടുക്കുമ്പോൾ ആ സ്വർഗസ്ഥനായ പിതാവിന് ചെല്ലി, കർത്താവേ, യേശുവിനെ അറിയാൻ എന്നെ നീ ഉപകരണമാക്കണമേ. ഇത് വായിക്കുന്നവരോട് പറയണം, നിങ്ങളിത് വായിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയണം. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരേണ്ട. അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നിയാൽ നിങ്ങൾ രക്ഷപ്പെടും. അപ്പം ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഒരു വിഷയം, അല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നണം. യേശുവിനെ അറിയാത്തവർ അറിയണം, ഞാൻ വഴി 10 മനുഷ്യരെ കർത്താവിനെ അറിയണം. അതുകൊണ്ട് അതാണ് അവരോട് പറയണത്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു.